ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് ഡബിൾ ലെയർഡ് വെജ് സാൻഡ്വിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പം 3 ഡിഫറെൻറ്റ് സാൻഡ്വിച്ചസാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യാൻ പോണത് കേർഡ് വെച്ചിട്ടാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോണത്, കേർഡ് സാൻഡ്വിച്ച്. അപ്പോൾ ഇതിന് ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് ഇതേപോലെ സ്ട്രെയിനർ വച്ചിട്ട് തൈരിനെ നമുക്ക് ആ സ്ട്രെയിനറിൽ ഇട്ടിട്ട് അതിൻ്റെ എക്സസ് വാട്ടർ മൊത്തം സ്ട്രെയിൻ ചെയ്തെടുക്കാം. എടുത്തിട്ട് കേർഡ് മാത്രമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിൻ്റെ എക്സസ് വാട്ടർ മൊത്തം എടുത്ത് മാറ്റിയിട്ട് ആ കേർഡ് മാത്രം നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓണിയൻസ്, ക്യാബേജ്, ഗ്രീൻ ചില്ലി, ക്യാരറ്റ്, ഗാർലിക്. അപ്പോൾ ഇതെല്ലാം ചോപ്പ് ചെയ്ത് റെഡിയാക്കി ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓണിയൻസ് ആഡ് ചെയ്യാം, ചോപ്പ്ഡ് ക്യാബേജ് ആഡ് ചെയ്യാം, ചോപ്പ്ഡ് ക്യാരറ്റ് ആഡ് ചെയ്യാം, ഗാർലിക് ചോപ്പ്ഡ് ആഡ് ചെയ്യാം, ഗ്രീൻ ചില്ലീസ് ചോപ്പ്ഡ് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഇപ്പം ഞാൻ ആ കട്ടി തൈര് എടുത്ത് ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് ഈ വെജിറ്റബിൾസ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തൈരിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്ന് വെച്ചാൽ കൂടുതൽ എടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം, കുരുമുളക് പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചീസ് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലതൊന്ന് മിക്സ് ചെയ്തു. ഫസ്റ്റ് ഒരു ലെയർ നമുക്ക് വെജിറ്റബിൾ സ്പ്രെഡ് ചെയ്യാം. ഇനിയൊരു ബ്രെഡ് വെച്ചിട്ട് സെക്കൻഡ് ലെയർ അതും നമുക്ക് വെജിറ്റബിൾ സ്പ്രെഡ് ചെയ്യാം. മൂന്നാമത്തെ ബ്രെഡ് നമുക്ക് അതിനെ ക്ലോസ് ചെയ്യാനെടുക്കാം. ഇനി അടുത്ത് ചെയ്യാൻ പോണത് ചീസി ചില്ലി സാൻഡ്വിച്ചാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെയിം മുമ്പേ എടുത്ത പോലത്തെ അതേ വെജിറ്റബിൾസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ചോപ്പ്ഡ് ഓണിയൻസ്, ചോപ്പ്ഡ് ക്യാബേജ്, ചോപ്പ്ഡ് ക്യാരറ്റ്, ഗ്രീൻ ചില്ലീസ്, ഗാർലിക്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗാർലിക് ആഡ് ചെയ്യാം, ചോപ്പ്ഡ് ക്യാരറ്റ് ആഡ് ചെയ്യാം, ചോപ്പ്ഡ് ക്യാബേജ് ആഡ് ചെയ്യാം. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ചോപ്പ്ഡ് ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്യണേ, ചോപ്പ്ഡ് ഓണിയൻസ്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യാനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി റെഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. ഓൾ പർപ്പസ് സീസണിങ് ആഡ് ചെയ്യാം. 1 സ്പൂൺ പെപ്പർ പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് വെജ് മയോണീസാണ് എടുത്തിരിക്കുന്നത്. അതൊരു 2-3 സ്പൂൺസ് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നല്ല ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പ്ലേറ്റ് റെഡിയാക്കി വയ്ക്കാം. അതിൽ നമുക്ക് ചീസി വെജിറ്റബിൾ ആഡ് ചെയ്യാം. നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബ്രെഡിൽ. അതിൻ്റെ മേലിൽ ഇനിയൊരു ബ്രെഡ് ആഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമുക്ക് വെജിറ്റബിൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട്
ഇനി ഒരു ബ്രെഡ് എടുത്ത് ക്ലോസ് ചെയ്യാം. അങ്ങനെ ചീസി സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാൻ പോണ സാൻഡ്വിച്ച് സ്പൈസി ഓണിയൻ ടൊമാറ്റോ സാൻഡ്വിച്ചാണ് ചെയ്യാൻ പോണത്. അതിന് ചോപ്പ്ഡ് ടൊമാറ്റോസ് ആഡ് ചെയ്യാം, ചോപ്പ്ഡ് ഓണിയൻസ് ആഡ് ചെയ്യാം, ചോപ്പ്ഡ് ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്യാം, ചോപ്പ്ഡ് ഗാർലിക് ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് ക്യാരറ്റ് ക്യാബേജ് സ്കിപ്പ് ചെയ്യണം, അത് ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം, ആവശ്യത്തിന് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം, റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യാം, ഹോട്ട് ആൻഡ് സ്പൈസി ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം, കൊറിയാൻഡർ ലീവ്സ് ഉണ്ടെങ്കിൽ കൊറിയാൻഡർ ലീവ്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പാസ്ല ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പ്ലേറ്റ് റെഡിയാക്കി വയ്ക്കാം. അതിൽ ബ്രെഡ് വെച്ചിട്ട് സ്പൈസി ഓണിയൻ ടൊമാറ്റോ വെജിറ്റബിൾസ് സ്പ്രെഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ചീസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ട് നല്ല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ബ്രെഡ് ലെയറും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. സെയിം പ്രോസസ്സ് തന്നെ. എന്നിട്ട് ചീസ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ബ്രെഡും കൊണ്ട് നമുക്ക് ക്ലോസ്. അപ്പോൾ ബ്രെഡ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രില്ലിംഗ് പാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ബട്ടർ സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്ത ബ്രെഡ് കേർഡ് ബ്രെഡ് സാൻഡ്വിച്ചാണ് ഫസ്റ്റ് ആഡ് ചെയ്തത്. എന്നിട്ട് അടുത്ത ബ്രെഡ് ചീസ് ചില്ലി സാൻഡ്വിച്ചാണ് ആഡ് ചെയ്തത്. അപ്പോൾ രണ്ട് സൈഡ് നല്ല ബ്രൗണാ ക്രിസ്പിയാ നമുക്ക് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം സ്പൈസി ഓണിയൻ ടൊമാറ്റോ സാൻഡ്വിച്ചും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ രണ്ട് സൈഡ് നല്ല ബ്രൗണാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടെ എടുത്ത് പ്ലേറ്റിൽ മാറ്റാം. അങ്ങനെ നല്ല ടേസ്റ്റി ആൻഡ് എമ്മി ആയിട്ടുള്ള 3 ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതെങ്ങനെയാണ് ഇരിക്കണേ, നല്ല ക്രീമി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. Thanks for watching.